സോ നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് മാനോമെട്രി. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഫാർ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കി, കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു, കുറച്ച് പ്രോബ്ലംസ് ചെയ്തു, ആൻഡ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ കണ്ടു. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് പ്രഷറിനെ കുറിച്ചിട്ടാണ്. പ്രഷർ എന്ന ടേം ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ കുറേ സ്ഥലത്ത് വന്നു. ഇവിടെ വെച്ചാണ് നമ്മൾ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആൻഡ് പിന്നെ ഈ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. കാരണം ഇപ്പോൾ തന്നെ ഇത്രയും ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആയി ഏകദേശം ഒരു 8 വീഡിയോസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഫ്ലൂയിഡ് പ്രഷർ, ഇനി അത് കഴിഞ്ഞിട്ട് സബ്മർജ്ഡ് ബോഡീസിനെയൊക്കെ കുറിച്ച്, ഫ്ലോട്ടേഷൻ, ബോയൻസി, അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ക്യാവിറ്റേഷൻ അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ, അതിൻ്റെയൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ഡെറിവേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോബ്ലംസ് ആയാലും ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ പ്രോബ്ലംസ്, അതിനകത്ത് സ്ലൈഡിങ്ങിൻ്റെ കേസ് വരുന്നതൊക്കെ ഈസിയാണ്. അതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി വരണമെങ്കിൽ ആ ഒരു ഈ ബിയറിംഗ് ആൻഡ് ജേർണൽ ബിയറിങ്സ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. അവിടെ മാത്രമേ ഒത്തിരി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയൊന്നും ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് വലിയ ബർഡൻ ഒന്നുമല്ല. സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് മാനോമെട്രിയിൽ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. മാനോമെട്രി റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് മാനോമെട്രി പ്രോബ്ലംസ്. സോ എന്താണ് ഫ്ലൂയിഡ് പ്രഷർ, എന്താണ് മാനോമെട്രി, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് നോക്കുന്നത്. വാട്ട് ഈസ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്? അനാലിസിസ് ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ്. സോ എന്താണ് ഫ്ലൂയിഡ് പ്രഷർ? എന്തുകൊണ്ടാണ് വൈ ഫ്ലൂയിഡ് എക്സേർട്സ് പ്രഷർ? നമ്മളിത് എന്തുകൊണ്ട് ഈ ഫ്ലൂയിഡ് പ്രഷറിനെ കുറിച്ച് സോളിഡ്സിൽ കാണുന്നില്ല അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ കാണുന്നില്ല? അവിടെയും നിങ്ങൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പഠിച്ചിട്ടുണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇവിടെ വന്നപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് പ്രഷർ ആവുന്നു. ഇവന്മാർ രണ്ടുപേരും ഈക്വൽ ആണോ? എന്താണ് ഇതിന്റെ വാസ്തവം? മാനോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? മാനോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് വിച്ച് ടെൽസ് യു ഹൗ ടു മെഷർ ദ പ്രഷർ ഓഫ് എ ഫ്ലൂയിഡ്. ഈ പ്രഷർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മെഷർ ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന ആളാണ് മാനോമെട്രി. സോ മാനോമെട്രി ടെൽസ് യു ഹൗ ടു മെഷർ ദ പ്രഷർ ഓഫ് ഫ്ലൂയിഡ്. ഇനി എന്താണ് ഫ്ലൂയിഡ് പ്രഷർ? അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എന്താണ്? ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ്, ഫ്ലൂയിഡ് റെസ്റ്റിലാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, ഫ്ലൂയിഡ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരില്ല? ഷിയർ ഫോഴ്സ് ഇല്ല അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഇല്ല. പക്ഷെ അതിന്റെ അർത്ഥം ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നില്ല എന്നല്ല. അതിനകത്തൊരു സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നോർമൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. ആ നോർമൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ നോർമൽ ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ഈ സബ്ജക്റ്റ് തുടങ്ങിയപ്പോഴേ ആ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഫ്ലൂയിഡ്സ് എക്സേർട്ട് ചെയ്യുന്നത്, പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്, നമുക്ക് സോളിഡ്സിൽ ഇത് കാണാത്തത്? സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ്സിന് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഡിഫറൻസ് നമ്മൾ കണ്ടു അല്ലെ? അതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സ് ഹാസ് മെനി മോളിക്യൂൾസ്. അവർക്ക് കൂടുതൽ മോളിക്യൂൾസ് ഉണ്ട് ഫ്ലൂയിഡ്സിൽ. ആൻഡ് ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ദേ ആർ കോൺസ്റ്റന്റ്ലി ഇൻ മോഷൻ. അവര് കോൺസ്റ്റന്റ്ലി ഇൻ മോഷൻ ആണ്. ഇപ്പം എത്ര മെനി മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു വേഗ് ഐഡിയ ആയിട്ട് തോന്നും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് അവഗാഡ്രോ നമ്പർ എന്ന് പിടിക്കാം. 6.023 × 10⁻23 മോളിക്യൂൾസ്. അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 1 gram മോളില് ഓഫ് ഐഡിയൽ ഗ്യാസ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം ഇങ്ങനെ കോൺസ്റ്റന്റ്ലി റാൻഡംലി മൂവിങ് ആണ്. ഓക്കെ, ഈ മൂവ് ചെയ്യുന്നവര് അവര് കൊളൈഡ് ചെയ്യും, അവര് മൊമെന്റം എക്സ്ചേഞ്ച് ചെയ്യും, കൂടെ അവര് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ദി ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് പ്രഷർ. അപ്പോൾ ഇങ്ങനെ വാട്ട് ഈസ് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് പാർഷ്യലി കറക്റ്റ് ആണ്, അതായത് പാർഷ്യലി റോങ് ആണ്. നമുക്ക്
അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഫ്ലൂയിഡ് പ്രഷറിന്റെ ഡെഫിനിഷൻ എഴുതാം. Fluid pressure is defined as normal force exerted by the fluid per unit area on any fluid boundary with which it is in contact. P കൊണ്ടാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ വാക്കാണ് ഇമ്പോർട്ടൻറ്റ്, നോർമൽ ഫോഴ്സ്. ഓക്കെ, കൺസിഡർ ഞാനിവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് എടുക്കുക. അതായത് ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്, ദ ഫ്ലൂയിഡ് ഈസ് സ്റ്റേഷനറി, ആൻഡ് കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എ. ഞാനൊരു ചെറിയ ഏരിയ ഡി എ കൺസിഡർ ചെയ്തു. ഓക്കെ, then the force exerted by the surrounding fluid on the area dA will always be perpendicular to the surface. സറൗണ്ടിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് മീഡിയം ഈ ഏരിയ ഡി എയിൽ ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലറി ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇഫ് ഡി എഫ് ഈസ് ദ സ്മോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ്, അല്ലെങ്കിൽ ഡി എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ് ആ ഡി എയിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ the ratio of dF by dA gives you the intensity of pressure അല്ലെങ്കിൽ simply pressure. ഇതിനെയാണ് നമ്മൾ intensity of pressure അല്ലെങ്കിൽ pressure എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഈ ഒരു ഡി എയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എല്ലാം യൂണിഫോം ആണ് എങ്കിൽ, യൂണിഫോംലി അപ്ലൈയിങ് ഫോഴ്സ് ആണെങ്കിൽ ഇതിനെ നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ എഫ് ബൈ എ എന്ന് എഴുതാം. സോ ദിസ് ഈസ് കോൾഡ് പ്രഷർ. കാര്യം മനസ്സിലായല്ലോ? നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ്, അതായത് ഫ്ലൂയിഡ് സ്റ്റേഷനറിയിലാണ്. ഫ്ലൂയിഡ് സ്റ്റേഷനറിയിലാണെങ്കിൽ ഒരു സ്മോൾ ഏരിയ ഡി എ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനകത്ത് മുകളിലുള്ള ഫ്ലൂയിഡ് കോളം അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രഷറിനെയാണ്, ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്. അതായത് നോർമൽ ഫോഴ്സ് പെർ ഏരിയ. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ മോളിക്യൂൾസ് ഒക്കെ റാൻഡം ആയിട്ട് ഒന്ന് ഇതിനകത്ത് മീറ്റ് ചെയ്യത്തില്ലേ? സോ അതും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഫ്ലൂയിഡ് ബൗണ്ടറി, അതിനെയാണ് ഫ്ലൂയിഡ് ബൗണ്ടറി. ആ ഒരു ഫ്ലൂയിഡ് ബൗണ്ടറി റിയൽ അല്ലെങ്കിൽ ഇമാജിനറി ആകാം. അതായത് ഇവിടെ ഞാൻ ഇമാജിനറി ആയിട്ടുള്ള ഒരു ഡി ആണ് കൺസിഡർ ചെയ്തത്. എനിക്ക് ഈ സോളിഡ് ബൗണ്ടിങ് അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിനകത്ത് ഒരു ഏരിയ എടുക്കാം, അതാണ് റിയൽ. സോ അങ്ങനെ റിയലും ആകാം, ഇമാജിനറിയും ആകാം. ഇനി നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമെല്ലാം പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, അത് കൃത്യം പെർപെൻഡിക്കുലർ അല്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ പെർപെൻഡിക്കുലർ ആണോ അല്ലയോ എന്നറിയുന്നതിന് മുമ്പ് എന്ത് ടൈപ്പ് ഫോഴ്സ് ഒക്കെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയണം. അതായത് ബേസിക്കലി ഒരു ഫ്ലൂയിഡ്സ് ഇൻ കോണ്ടാക്ട് with surfaces exerts a force on surfaces. ഫ്ലൂയിഡ്സ് ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ആ സർഫസിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ ഫോഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ബോഡി ഫോഴ്സ് ആൻഡ് രണ്ട് സർഫസ് ഫോഴ്സ്. ക്ലിയർ അല്ലേ? ഒരു ഫ്ലൂയിഡ് ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സ് ഉണ്ട്. അതിനെ ഒന്ന് ബോഡി ഫോഴ്സ് ആവാം അല്ലെങ്കിൽ സർഫസ് ഫോഴ്സ്. ബോഡി ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ആക്ട്സ് ഓവർ എൻറ്റയർ വോളിയം ഓഫ് ഫ്ലൂയിഡ്. ആക്ട്സ് ഓവർ എൻറ്റയർ വോളിയം ഓഫ് ഫ്ലൂയിഡ്. എൻറ്റയർ വോളിയം ഓഫ് ഫ്ലൂയിഡ്, ആ എൻറ്റയർ വോളിയത്തിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? എൻറ്റയർ വോളിയത്തിലും ഈ ജി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ എൻറ്റയർ വോളിയത്തിലും നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ഫോഴ്സ്, ബോഡി ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ ആ ഒരു ഫ്ലൂയിഡ് ഒരു സർഫസിലേക്ക് വന്നിരിക്കുമ്പോൾ ഈ എൻറ്റയർ ബോഡി കാരണം ഉണ്ടാവുന്ന ആ ഫോഴ്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സാമ്പിൾ അതിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി പ്രോപ്പർട്ടി, നമ്മളത് പഠിച്ചു. എക്സാമ്പിൾ വെയിറ്റ്. ഇനി സർഫസ് ഫോഴ്സ്. എന്താണ് സർഫസ് ഫോഴ്സ്? സർഫസ് ഫോഴ്സ് acts on contact surface
by direct contact of fluid. അതായത് സർഫസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഈ സർഫസുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ കണ്ടതുപോലെ അത് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിലായത് കൊണ്ടുണ്ടായ ഫോഴ്സ് ആണെന്ത് സർഫസ് ഫോഴ്സ്. ഇപ്പം നിങ്ങളൊരു ഫ്ലൂയിഡിനെ കൺസിഡർ ചെയ്യാണ്. അത് ഏറ്റവും ലാസ്റ്റ് എല്ലാ പോയിന്റും പറയുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ പിക്ചർ കിട്ടും. ഞാനൊരു ഫ്ലൂയിഡ് എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. അയ്യോ, കുറച്ച് വൃത്തികെട്ട ഒരു ഫ്ലൂയിഡ് എലമെന്റ് ആയിപ്പോയി. വാട്ടെവർ, എന്തായാലും കൺസിഡർ ചെയ്തു. ആൻഡ് അതിനകത്ത് ഞാനൊരു സ്മോൾ ഏരിയ DA ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ചെറിയൊരു ഏരിയ DA ഞാൻ കൺസിഡർ ചെയ്തു. സർഫസ് ഫോഴ്സ് ഇതിനകത്ത് ആക്ട് ചെയ്യാം. ഇതാണ് സർഫസ് ഫോഴ്സ്. ഓക്കെ, ഇങ്ങനൊരു സർഫസ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം, അല്ലെ? ഈ ഒരു ഏരിയയിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഇതിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് നോർമൽ ഫോഴ്സ്, രണ്ട് ടാൻജൻഷ്യൽ ഫോഴ്സ്. FT എന്നും FN എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു ഫ്ലൂയിഡ് എലമെന്റ് ഉണ്ട്, അതിനകത്തൊരു DA കൺസിഡർ ചെയ്യുന്നു, അതിലേക്ക് ഒരു സർഫസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതൊരു ഇൻ ആൻ ആംഗിളാണ് നമുക്ക് ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു, നോർമൽ ഫോഴ്സ് ആൻഡ് ടാൻജൻഷ്യൽ ഫോഴ്സ്. ആൻഡ് ഈ ഫ്ലൂയിഡിന് ഒരു ബോഡി ഫോഴ്സ് ഉണ്ട്. ആ ബോഡി ഫോഴ്സ് ആണ് വെയിറ്റ്. ക്ലിയർ അല്ലേ? എങ്കിൽ ദി സർഫസ് ഫോഴ്സ് exerted normal to surface by fluid is called normal force. Surface force exerted normal to surface by fluid is called നോർമൽ ഫോഴ്സ്. ഈ സർഫസ് ഫോഴ്സിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്തപ്പോൾ കിട്ടിയതിനെയാണ് നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സർഫസ് ഫോഴ്സ് എക്സേർട്ടഡ് നോർമൽ ടു സർഫസ് ബൈ ഫ്ലൂയിഡ് ഈസ് കോൾഡ് നോർമൽ ഫോഴ്സ്. ആൻഡ് ഫ്ലൂയിഡ് പ്രഷർ P എന്ന് പറയുന്നത് FN ബൈ ഏരിയ. ദാറ്റ് ഈസ് ഫ്ലൂയിഡ് പ്രഷർ ഈസ് ദി റേഷ്യോ ഓഫ് normal force per area. And surface force exerted tangential to surface by fluid is called shear force അല്ലെങ്കിൽ tangential force. അപ്പോൾ ഫ്ലൂയിഡിന്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സിനേക്കാളും നല്ലത് ഷിയർ സ്ട്രെസ് എന്ന് പറയാം. ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു FT ബൈ ഏരിയ. കാര്യം മനസ്സിലായോ? ഒരു സർഫസ് ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം, നോർമൽ ഫോഴ്സ് ആൻഡ് ടാൻജൻഷ്യൽ ഫോഴ്സ്. ഈ നോർമൽ ഫോഴ്സ് ബൈ ഏരിയനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. വെൻ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ് ഒരു മോഷനും ഇല്ല ഇൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ്. അപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു DU ബൈ DY ആണല്ലോ. അപ്പം ടോ 0 ആണെങ്കിൽ എന്താണ്? DU ബൈ DYയും 0. DU ബൈ DY 0 ആണെങ്കിൽ ടോ 0 ആണെങ്കിൽ എന്ത് 0 ആണ്? FT ബൈ ഏരിയയിൽ FT 0. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ FT 0 ആയി കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ഓൺലി നോർമൽ ഫോഴ്സ് എക്സിസ്റ്റ്. അതാണ് ദസ് ഓൺലി നോർമൽ ഫോഴ്സ് എക്സിസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ സിംപ്ലി സ്റ്റാറ്റിക് പ്രഷർ എന്നും പറയും. സോ ഇൻ ഷോർട്ട്, വാട്ട് ഈസ് പ്രഷർ?
intensity of pressure is defined as the normal force exerted by fluid on unit area of contact surface. അപ്പോൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഡെഫിനേഷനിൽ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ സിമ്പിൾ ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാർഡ് കയറിയത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലൂയിഡ് സർഫസ് ഉണ്ട്. ഈ ഒരു ഫ്ലൂയിഡിന്റെ താഴെയും ചിലപ്പോൾ വേറൊരു ഫ്ലൂയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഇമാജിനറി നിങ്ങളുടെ ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോളിഡ് ബൗണ്ടറി ഏരിയ ആയിരിക്കാം. എന്തായാലും ഇങ്ങനൊരു സർഫസ് ഫോഴ്സ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അതിന്റെ എഫക്റ്റ് രണ്ട് ആക്സിസിലും ഈ ഒരു ഡയറക്ഷനിലും കാണും. അതിൽ ഈ നോർമൽ ഫോഴ്സ് ബൈ ഏരിയ അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് ബൈ ഏരിയനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഷിയർ സ്ട്രെസ്, അപ്പം ഇവിടെ നമ്മൾ എന്താണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് പഠിക്കുന്നത്. അവിടെ ആരില്ല, അവിടെ ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, ഈ സർഫസ് ഫോഴ്സ് എന്നുള്ളത് ഇങ്ങനെ കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞത്. ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് സ്റ്റേഷനറി ദെൻ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സറൗണ്ടിങ് ഫ്ലൂയിഡ് ഓൺ ദ ഏരിയ DA വിൽ ഓൾവേസ് ബി പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. കാര്യം ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും മതി ഇൻട്രൊഡക്ഷനിൽ. അപ്പോൾ ഇനി നമുക്ക് ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ പാസ്കൽ എന്ന് പറയുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ് 1 മെഗാ പാസ്കൽ, അതായത് 1 മെഗാ പാസ്കൽ അതായത് 10⁶ പാസ്കൽ. ആൻഡ് പിന്നെ അറിയേണ്ടത് 1 കിലോ പാസ്കൽ, that is 10⁵ Pascal, and next one is 1 bar, that is 10⁵ Pascal. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പ്രോബ്ലത്തിലൊക്കെ നമുക്ക് യൂസ് വരും. ആൻഡ് ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രഷർ എന്ന് പറഞ്ഞ വാക്ക് തന്നെ കേൾക്കുമ്പോൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന വാക്കാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വി ഓൾ ആർ സബ്ജക്റ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആൻഡ് വിത്തിൻ അവർ ബോഡി നമുക്കൊരു പ്രഷർ ഉണ്ട്. എന്താണ് ആ പ്രഷർ? ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ആണോ കൂടുതൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷറും ബ്ലഡ് പ്രഷർ ബിപിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ? അതായത് ഇപ്പം നമ്മുടെ ബോഡിയിൽ ഒരു വൂണ്ട് വന്നു, കട്ട് വന്നു, ബ്ലഡ് ഫ്ലോസ് ഫ്രം ഇൻസൈഡ് ഓഫ് ബോഡി ടു ഔട്ട് സൈഡ്, അല്ലെങ്കിൽ ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യുന്നു. അതായത് ഹൈ പ്രഷർ റീജിയനിലേക്ക് നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ഒഴുകുന്നു. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ആ ഒരു ഈ സോളിഡ് ബൗണ്ടറിയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പോലെ ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് എത്രയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.013 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, വിച്ച് ഈസ് ആൾസോ ഈസ് ഈക്വൽ ടു 1.013 10⁵ പാസ്കൽ എന്താണ്? ബാർ. അപ്പം 1.013 ബാർ, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 101.3 കിലോ പാസ്കൽ. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് വാല്യൂസ് അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കാര്യം, ഇതറിഞ്ഞിരിക്കുക. ആൻഡ് ഒരു കാര്യം കൂടി, വെനെവർ യു ആർ മെൻഷനിങ് എ പ്രഷർ, ആ ഒരു പ്രഷർ പറയുമ്പോൾ എവിടെ വെച്ചാണ് നിങ്ങൾ ഇത് മെഷർ ചെയ്യുന്നതെന്നും കൂടിയുള്ള നോക്കണം. 1 സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് MSL, അതായത് മീൻ സീ ലെവൽ. കാരണം ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്താണ്? പ്രഷർ കുറയും. അപ്പോൾ ഇതുകൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പക്ക ക്ലിയർ അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ എപ്പോൾ ചോദിച്ചാലും സിംപ്ലി ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയരുത്, നോർമൽ ഫോഴ്സ് ബൈ ഏരിയ. എന്താണ് നോർമൽ ഫോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ബോഡി ഫോഴ്സിനെ സർഫസ് ഫോഴ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞത്. ആൻഡ് സർഫസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സർഫസ് ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ നമ്മൾ ഈ ഫോഴ്സ് നോർമൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് നമ്മുടെ പ്രഷർ. ഇവിടെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്ന് തന്നെ അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ റെസ്റ്റിലാണെങ്കിൽ അങ്ങനെ ഒരാളില്ല. അപ്പോൾ അങ്ങനെ ഒരാളില്ല എങ്കിൽ ഓൺലി നോർമൽ ഫോഴ്സ് ഈസ് ആക്ടിങ്. അപ്പോൾ അതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. പാസ്കൽ ലോ, നമ്മുടെ പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഓണർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ യൂണിറ്റിന് പാസ്കൽ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് പാസ്കൽ കൊണ്ട് വിളിക്കുന്നത്. എന്താണ് പാസ്കൽ ലോ? പാസ്കൽ ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. വാട്ട് ഈസ് പാസ്കൽ ലോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്
states that the pressure at a point in a static fluid is equal in all direction. So Pascal's law states that the pressure at a point in a static fluid is equal in all direction. അതായത് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഞാനൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സ് വൈ ആൻഡ് ഇസെഡ് ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് പി എക്സ് പി വൈ പി ഇസെഡ് ഈ മൂന്ന് പ്രഷേഴ്സ് എല്ലാ പ്രഷേഴ്സും എന്താണ് ഈക്വൽ ആയിരിക്കും. സോ അതാണ് സിംപ്ലി പാസ്കൽസ് ലോ. അപ്പോൾ പാസ്കൽ ലോയ്ക്ക് ഒരു പ്രൂഫ് ഉണ്ട്, നമുക്കിത് പ്രൂവ് ചെയ്യണം. പി എക്സ് ഈക്വൽ ടു പി വൈ ഈസ് ഈക്വൽ ടു പി ഇസെഡ്. അതായത് എല്ലാ ഡയറക്ഷനിലെയും ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിനകത്ത് ഉള്ള ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ ഇതിന്റെ പ്രൂഫ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, സിമ്പിൾ ആണ്. ഒരു ഫ്ലൂയിഡ് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുക, ഹാവിംഗ് ഡയമെൻഷൻ ഡി എക്സ് ഡി വൈ ആൻഡ് ഡി എസ്. ഞാനിവിടെ ഒരു വെഡ്ജ് ഷേപ്ഡ് ഫ്ലൂയിഡ് എലമെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ എ വെഡ്ജ് ഷേപ്ഡ് ഫ്ലൂയിഡ് എലമെന്റ് ഒരു വെഡ്ജ് ഷേപ്ഡ് ഫ്ലൂയിഡ് എലമെന്റ് കൺസിഡർ ചെയ്യാം. So I consider a wedge-shaped fluid element, and in the side dx, dy, and ഒരു മീറ്റർ അല്ലെങ്കിൽ ഒരു ഇൻറ്റു 1 അത് പെർപെൻഡിക്കുലർ ടു ദിസ് ബോർഡ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബുക്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു 1 mm എന്താണ് എന്ന് വെച്ചാൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു യൂണിറ്റ്. ആൻഡ് ഫ്ലൂയിഡ് എലമെന്റ് അതിന് dx ഇൻറ്റു dy ഇൻറ്റു 1. ആൻഡ് ഇനി ഇതെല്ലാ സ്ഥലത്തു നിന്നും എല്ലാ ആക്സസിലും എന്താണ് പ്രഷർ ഉണ്ട്. അപ്പോൾ ആ പ്രഷർ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതിനു മുമ്പ് ഇതിനൊരു ഓരോ ഫേസിന് ഞാനൊരു നെയിം കൂടി കൊടുക്കാം, എ ബി സി. ആൻഡ് ഓരോ ഡയറക്ഷനിലും എന്താണ് പ്രഷർ ഫോഴ്സ് ഉണ്ട്. മനസ്സിലായോ? ഓരോ ഏരിയയിലും പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രഷർ ഉണ്ട്, ഇവിടെ നോർമൽ ആണല്ലോ, നോർമൽ ഫോഴ്സ് ആണ് പ്രഷർ. സോ അതുകൊണ്ടാണ് ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ വരയ്ക്കുന്നത്. ആൻഡ് ഈ ഡയറക്ഷൻ ഈ ഒരു സ്ലാൻഡ് ഹൈറ്റിന് നമുക്ക് ഡി എസ് എന്ന് കൊടുക്കാം. ആൻഡ് അവിടെയും പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ 3 പ്രഷറിന് നമുക്കൊരു നെയിം കൊടുക്കാം. ഇത് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്? വൈ ഡയറക്ഷനിലോട്ടാണ്. സോ ഇത് പി വൈ. ആൻഡ് ഇവൻ ഏത് ഡയറക്ഷനിലോട്ടാണ്? എക്സ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ആൻഡ് ഇവൻ എക്സ് പി എക്സ്. ആൻഡ് ഇവനെ ഇസഡ് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ പി ഇസഡ്. സോ പി എക്സ്, പി വൈ ആൻഡ് പി ഇസഡ് ആർ പ്രഷർ ഇന്റൻസിറ്റി ഓർ സിംപ്ലി പ്രഷർ ഓൺ ഫേസസ് എ സി, എ ബി ആൻഡ് ബി സി. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഫോഴ്സസ് ഓൺ ഫ്ലൂയിഡ്. ഈ ഒരു ഫ്ലൂയിഡിന്റെ ഫോഴ്സസ് ആണ് നോക്കേണ്ടത്. സിംപ്ലി ഇത്രയും ആലോചിച്ചാൽ മതി. ഈ ഒരു വെഡ്ജ് എല്ലാ സൈഡിൽ, ഈ ഒരു വെഡ്ജ് ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ എന്താണ്, ഈ എല്ലാ ഫോഴ്സും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് ഇവിടെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടങ്ങ് പോകും, ഇത് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവാം. അതായത് പെർപെൻഡിക്കുലർ ടു ഈ ഒരു ബുക്കിന് ഇതായിട്ട്. സോ ഇതെല്ലാം ഈ സാധനം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം എന്തായിരിക്കും? ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയണം, അല്ലെ? ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ഫ്ലൂയിഡ് ആർ, ഒന്ന് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് നോർമൽ ടു ദിസ് സർഫസ്. പിന്നെ ഏതൊരു ഒരെണ്ണം കൂടി ഉണ്ട്, അത് സർഫസ് ഫോഴ്സ് ആണ്. വേറെ ഒരെണ്ണം ആരാണ്? ബോഡി ഫോഴ്സ്. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഉണ്ട്. സോ ഫോഴ്സസ് നമുക്ക് നോക്കണം. ഫോഴ്സസ് ആരൊക്കെയാണ്? ഒന്ന് പ്രഷർ ഫോഴ്സ് ഉണ്ട്, ഒന്ന് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എലമെന്റ് വിച്ച് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ വെർട്ടിക്കലി ഡൗൺവേർഡ്. So pressure force on face AB, AB le pressure force.
പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ പ്രഷർ ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്താണ് പ്രഷർ ഇൻറ്റു ഏരിയ. സോ പ്രഷർ നമുക്കതിനെ എഫ് എ ബി എന്ന് കൊടുക്കാം. എഫ് എ ബി ഇസ് ഈക്വൽ ടു പ്രഷർ പി എക്സ് ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഡി വൈ ഉണ്ട്, ഈ ഒരു കറസ്പോണ്ടിങ് ഏരിയ ആണ്. അതായത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡി വൈ. പെർപെൻഡിക്കുലർ ടു ദി ഈ ഒരു പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് 1 ആണ് ഉള്ളത്. സോ ഏരിയ എന്ന് പറയുന്നത് ഡി വൈ ഇൻറ്റു 1. ഇതാണ് ഏരിയ. സിമിലർലി നമ്മൾ ഫേസ് എ സി, എഫ് എ സി ഈസ് ഈക്വൽ ടു പി വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു 1. അടുത്തത് ബി സി ഈസ് ഈക്വൽ ടു എഫ് ബി സി ഈസ് ഈക്വൽ ടു പി സെഡ് ഇൻറ്റു ഡി എസ് ഇൻറ്റു 1. സോ ഇതാണ് ഡിഫറെൻറ്റ് പ്രഷർ ഫോഴ്സസ്. ഇനി ആരാണുള്ളത്? ഇനി വെയിറ്റ് ആണുള്ളത്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സിമ്പിളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ പഠിച്ചത് തന്നെയാണ്. എം ജി മാസിനെ നമുക്ക് റോ ഇൻറ്റു വി എന്ന് എഴുതാം, ഇൻറ്റു ജി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ റോ ജിനെ ഞാൻ അടുത്തിടുന്നു, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു വോളിയം. നമുക്ക് ഇവന്റെ വോളിയം വേണം. വോളിയം സിമ്പിൾ അല്ലേ? വോളിയം, ഇതിന്റെ ബേസ് എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ അതിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1. സോ ഹാഫ് ഇൻറ്റു ഈ ഒരു ഇതിന്റെ ഏരിയ, ബേസ് ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഡി എക്സ് ഇൻറ്റു ഡി വൈ. സോ ഹാഫ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 1. സിമ്പിൾ അല്ലേ? സോ പ്രഷർ ഫോഴ്സ് 3 ഫേസിലെയും പ്രഷർ ഫോഴ്സ് കിട്ടി, ആൻഡ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് കിട്ടി. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കാനുള്ളത്, ഇനി എല്ലായിടത്തും റിസോൾവ് ചെയ്യാൻ പോവാണ്. എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും എല്ലാം നമ്മൾ റിസോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ റിസോൾവ് ചെയ്യുമ്പോൾ ഇവനെ റിസോൾവ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇവന് എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഇവനെ റിസോൾവ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇവനെ റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വൈ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവന്റെ കാര്യം നോക്ക്, ഇസഡ് ഡയറക്ഷൻ വിത്തിൻ ഒരു ആംഗിൾ ആയിട്ടാണ് ഈ ഒരു സർഫസ് ഡി എസ് എന്ന് പറയുന്ന എലമെന്റൽ ലെങ്ത്തിൽ ഒരു ആംഗിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അവനെ റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാണ്. അപ്പോൾ അവനെ ഒന്ന് റിസോൾവ് ചെയ്യാം, ഇപ്പുറത്ത് തന്നെ റിസോൾവ് ചെയ്യാം. അതിൻ്റെ ബാക്കി പ്രൂഫ് വരുമ്പോൾ പണിയാവും. വെഡ്ജ് ഷേപ്പ് ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ എഫ് ബി സി അത് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആയിട്ട് ഞാൻ കൊടുത്തു. ഇനി അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ആംഗിൾ വേണമല്ലോ. എന്ത് ആംഗിൾ എടുക്കും? ഇതാ, ഇത് രണ്ടും പാരലലാണ്. സോ ഇതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്, തീറ്റ അല്ലേ? ഇത് 90 ഡിഗ്രി ആണ്. സോ ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി മൈനസ് തീറ്റ. സോ റിസോൾവ് ചെയ്തേ. ഇത് എഫ് ബി സി സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ, ആൻഡ് ദിസ് വൺ ഈസ് എഫ് ബി സി കോസ് 90 ഡിഗ്രി മൈനസ് തീറ്റ. ഇനി നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ളത് വൈ ഡയറക്ഷനിലുള്ളതെല്ലാം റിസോൾവ് ചെയ്തിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യാം. Summation of f of x is sigma f of x equal to 0. Therefore x ഡയറക്ഷനിൽ ഇതാണ് എക്സ്, ഇത് വൈ. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ എന്തൊക്കെ പോകുന്നുണ്ട്? ഈ പി എക്സ് പോകുന്നുണ്ട്, അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അവിടെ സൈൻ കൺവെൻഷൻ ഒക്കെ യൂസ് ചെയ്യണേ. ഇതാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ പി എക്സ്, ആൻഡ് ഇവൻ നേരെ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. സോ മൈനസ് എഫ് ബി സി minus FBC sin 90 degree minus theta is equal to 0. Therefore ഇവിടെ ഫോഴ്സ് അല്ലേടാ, ഫോഴ്സ് ആണ് ചെയ്യുന്നത്. സോ എഫ് ബി സി ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നത് പി എക്സ് ഇൻറ്റു ഡി വൈ. ഡി വൈ ഇടാൻ മറക്കരുത്, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഡി വൈ പ്രഷർ അല്ല, ഫോഴ്സ് ആണ്. ഫോഴ്സിനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പി എക്സ് ഇൻറ്റു ഡി വൈ മൈനസ് എഫ് ബി സി സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ. ദെർഫോർ പി എക്സ് ഡി വൈ മൈനസ് എഫ് ബി സി സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ. സൈൻ 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ഡി വൈ ബൈ ഡി എസ്. ആൻഡ് സൈൻ തീറ്റയും കൂടി എഴുതിയേക്കാം. സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഡി എക്സ് ബൈ ഡി എസും ഡി വൈ ബൈ ഡി എസും. ദെർഫോർ എഫ് ബി സി എന്ന് പറയുന്നത് എഫ് ബി സി നമുക്കറിയാം, എഫ് ബി സി ഇൻറ്റു
what sin 90 degree minus theta cos theta, that is dy by ds. അതും കൂടി ഇവിടെ അങ്ങ് എഴുതിയേക്കാം. dy by ds equal to 0. Therefore px dy minus fbc നമ്മൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് pz into ds into dy by ds is equal to 0. ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ പി എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു പി ഇസഡ് ഡി വൈ, ഇത് ക്യാൻസൽ ചെയ്യുന്നു. സോ പി എക്സ് ഈസ് ഈക്വൽ ടു പി വൈ. ഇക്വേഷൻ 1. ഇനി എന്താണ്, ഇതേപോലെ വൈ ഡയറക്ഷനിൽ നമ്മൾ റിസോൾവ് ചെയ്യുക. സമേഷൻ ഓഫ് എഫ് വൈ ഈസ് ഈക്വൽ ടു 0. വൈ ഡയറക്ഷൻ താഴോട്ടാണ്. സോ ഇത് പോസിറ്റീവ് ഡയറക്ഷൻ. സോ പി വൈ ഇൻറ്റു ഡി എക്സ്, അത് മറക്കരുത്, പി വൈ ഇൻറ്റു ഡി എക്സ് മൈനസ് എഫ് ബി സി കോസ് 90 ഡിഗ്രി മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ പി വൈ ഡി എക്സ് മൈനസ് പി ഇസഡ് ഡി എസ് ഇൻറ്റു സൈൻ തീറ്റ, ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി എസ് ഈസ് ഈക്വൽ ടു 0. ഡി എസ് ക്യാൻസൽ ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് പി വൈ ഈസ് ഈക്വൽ ടു പി ഇസഡ് എന്ന് കിട്ടുന്നു. ഓക്കെ, സോ യൂസിങ് ഇക്വേഷൻ 1 and 2 എന്ത് ചെയ്യാം, പി എക്സ് ഈസ് ഈക്വൽ ടു പി വൈ ഈസ് ഈക്വൽ ടു പി സെഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാസ്കൽ ലോ, ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ദി എബോവ് ഇക്വേഷൻ ഷോസ് ദാറ്റ് പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ എക്സ് ആയാലും വൈ ആയാലും ഇസഡ് ഡയറക്ഷൻ ആയാലും ആ എല്ലാ ഡയറക്ഷനിലും എന്തായിരിക്കും, പ്രഷർ ഈക്വൽ ആയിരിക്കും ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇത് വേണമെങ്കിൽ മോൾ സർക്കിളിലൊന്ന് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചു തരാം. മോൾ സർക്കിൾ മോസ് പഠിച്ചു തുടങ്ങിയവർക്ക് അറിയായിരിക്കും. സിഗ്മ ആൻഡ് ഷിയർ സ്ട്രെസ്. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നമ്മൾ മോൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റ് പോലെ ഉണ്ടാകത്തുള്ളൂ. അതായത് ഇറ്റ് ഷ്രിങ്സ് ടു എ പോയിന്റ്. ഈ ഡിസ്റ്റൻസ് എന്താണ്, പി എക്സ്. കാരണം റേഡിയസ് ഓഫ് മോർ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഫോർമുല എന്താണ്, ഫോർമുല പി എക്സ് മൈനസ് പി വൈ ബൈ 2. ഇവിടെ പി എക്സും പി വൈയും സെയിം ആണ്. സോ അതുകൊണ്ട് റേഡിയസ് 0 ആയിട്ട് പോകും. അപ്പോൾ ഇത് നോർമൽ സ്ട്രെസ് ആക്സിസിൽ, പിന്നെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആക്സിസിൽ ഞാൻ വരച്ചത് ഈ ഒരു ഡോട്ട്, കാരണം പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അതൊരു കംപ്രസീവ് ഫോഴ്സ് ആണ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആ നെഗറ്റീവ് ഡയറക്ഷനിൽ വരച്ചത്. സോ ഇതാണ് പാസ്കൽ ലോ. അപ്പോൾ the pressure exerted at a point in a static mass of liquid will be uniformly distributed in all the direction. അങ്ങനെ പറയാം. അല്ലെങ്കിൽ the law states that in a static mass of liquid the hydrostatic pressure is equal in all direction. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് ലോവർ ക്ലാസ്സിൽ. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ജാക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ. ഇതിന് വലിയ ഹ്യൂജ് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അവിടെ പാസ്കൽ ലോൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ജാക്ക് എന്ന് പറയുന്നത്. എന്താണ് സംഭവം, ഈ ഒരു ആക്സിസിൽ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ എല്ലായിടത്തെയും പ്രഷർ എന്ന് പറയുന്നത് സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രഷറും സെയിം ആണ്. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തത് എന്താണ്, വെയിറ്റ് ഓഫ് ദി കാർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എ. നമുക്ക് ഇവിടെ ഈ ഒരു ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എ ബൈ ഇൻറ്റു വെയിറ്റ് ഓഫ് ദി കാർ. സിൻസ് small letter a is very less when compared to capital A, the force നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദി വെയിറ്റ് ഓഫ് ദി കാർ. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ആ ഫോഴ്സ് മാഗ്നിഫൈ ചെയ്തിട്ട് ഒരു പ്രഷർ ഫോഴ്സ് ആയിട്ടായിരിക്കും ഇവിടെ നമുക്ക് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കുഞ്ഞു ഫോഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്കിൻ്റെ ഉപയോഗം. പിന്നെ ഈ ഒരു ടേമും കൂടി ഇതിനകത്ത് പഠിച്ചു വയ്ക്കുക, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി കാർ ഡിവൈഡഡ് ബൈ ഫോഴ്സ്. ഇതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. സോ ഫസ്റ്റ് നമുക്ക് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാം. ദി പ്രഷർ
at any point in a fluid, the fluid at that point. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഉപയോഗിച്ചാണ് നിങ്ങൾ ആ ഒരു പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പറയുന്നത് എന്താണ്? ദ പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ എ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിന്റ്. സ്പെസിഫിക് വെയിറ്റ് ഒക്കെ പഠിച്ചിരിക്കുന്ന നിങ്ങളോട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ എഴുതും. ഡി പി ബൈ ഡി ഇസഡ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു, ദാറ്റ് ഈസ് റോ ജി. അതായത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ എ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദി സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് ദാറ്റ് പോയിന്റ്. പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞില്ലേ സ്പെസിഫിക് വെയിറ്റ് എന്നുള്ളത് ഈ ഗാമ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു റോ ജി. അപ്പോൾ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ എന്ന് ഞാനിവിടെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇസഡ് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ. അതായത് സാധാരണ നമ്മൾ നൊട്ടേഷൻ എഴുതുന്നത് എന്താണ്? എക്സ് വൈ ഇസഡ് ഇങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഇസഡ് ആൻഡ് ഇത് വൈ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. അതായത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ആയാലും നമ്മൾ അപ്വേർഡ് ആൾട്ടിറ്റ്യൂഡ് നോക്കിയാലും എല്ലാം ഇസഡ് എന്ന് പറയുന്ന സെഡ് എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ കൊണ്ടായിരിക്കും മീൻ ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ആലോചിക്കുക. എലിവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. സോ ഡി പി ബൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു റോ ജി. അപ്പോൾ ഇതും പ്രൂഫുണ്ട്. പെട്ടെന്ന് നമുക്ക് ആ പ്രൂഫ് നോക്കാം. ഓക്കെ, സോ പ്രൂഫിനൊരു നമ്മളൊരു നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചെറിയ എലമെൻ്റ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അല്ല, ബൈ ദ ബൈ, പ്രൂഫിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്, അല്ലേ? ഫ്ലൂയിഡ് എലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ രണ്ട് സൈഡിൽ നിന്ന് എനിക്ക് എന്താണ് പ്രഷർ വരുന്നു. ആൻഡ് ഇവന്മാർ ഇത് രണ്ടും നള്ളിഫൈ ചെയ്ത് പോകുന്നു. ആൻഡ് ഈ താഴത്തേക്ക് ഒരു പ്രഷറുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ എം ജി ഉണ്ട്. എന്നിട്ടും ഇത് ഇതേപോലെ ഇവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അല്ലേ? ഈ മാസ് ബ്ലോക്ക് താഴോട്ട് തന്നെ പോകാതെ ഈ ഒരു റീജിയനിൽ തന്നെ അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർഫസ് ടെൻഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യം. ഈ പ്രഷർ P1 ആണെങ്കിൽ ഈ പ്രഷർ P2 ആണോ P1 ആണോ വലുത്? P2 ആയിരിക്കും വലുത്, അല്ലേ? ആ സാധനം അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ P2 അല്ലേ വലുത്. കാരണം എം ജിയും താഴോട്ടാണ്, P1 താഴോട്ടാണ്. സോ P2 ആണ് മുകളിലോട്ട്. സോ ഈ ഒരു കൺസെപ്റ്റ് അതാണ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ എ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ സ്പെസിഫിക് വെയിറ്റ്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ നോക്കാൻ പോകുക ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായിരിക്കണം. സോ സിമ്പിളാണ്. ഞാനൊരു ഫ്ലൂയിഡ്, ഒരു ഫ്രീ സർഫസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഇതൊരു ഫ്ലൂയിഡ് മീഡിയം ആണ്. ഇതിനകത്താണ് ഞാനൊരു ചെറിയ ഫ്ലൂയിഡ് എലമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഓക്കെ, ഈ ഒരു സർഫസ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ എച്ച് ആയിട്ട് എടുക്കുന്നു. എച്ച് ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു സിലിണ്ടർ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ ഇതിനാണ് ഡി ഇസഡ്. ഞാൻ പറഞ്ഞു ഈ ഒരു ഡയറക്ഷൻ. എന്തുകൊണ്ട് ഈ ഒരു ഡയറക്ഷൻ ഇസഡ് ആയിട്ട് നമ്മൾ, അതായത് ഗ്രാവിറ്റിയുടെ ഡയറക്ഷനാണ് നമ്മളിവിടെ ഇസഡ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. വൈ അല്ല, ഇസഡ്. സോ Z1 ഒരു കൺവെൻഷനാണ്. Z1 ആൻഡ് Z2. ആൻഡ് ഈ ഒരു അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? DS ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെയും പ്രഷർ ഉണ്ടാവും, ഇവിടെയും പ്രഷർ ഉണ്ടാവും. ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് P ആണെങ്കിൽ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ P പ്ലസ് ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഹൈറ്റ്, സ്മോൾ ഹൈറ്റ് DZ ഇൻറ്റു DZ. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ രീതിയിൽ ഞാൻ എഴുതി P പ്ലസ് ഡോ P ബൈ DZ ഡോ Z ഇൻറ്റു DZ. ആൻഡ് ഈ ഏരിയ അതിനെ ഞാൻ DA എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? പ്രഷർ പറയുമ്പോൾ നമുക്ക് ഏരിയയും കൂടി വേണം. സോ ഏരിയ. ആൻഡ് ഇതിൻ്റെ ഒരു സൈൻ കൺവെൻഷൻ കൂടി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ഇത് പോസിറ്റീവും അപ്വേർഡ് ഡയറക്ഷനിലോട്ട് നെഗറ്റീവുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഡൗൺ ഡയറക്ഷൻ പോസിറ്റീവ് ആൻഡ് അപ്വേർഡ് ഡയറക്ഷൻ നെഗറ്റീവ്, അങ്ങനെ കൊടുക്കുക. ആൻഡ് ഇനി അപ്പോൾ ഇതൊക്കെ ഇവിടെ എഴുതണം. കൺസിഡർ എ സ്മോൾ ഫ്ലൂയിഡ് എലമെന്റ് ഓഫ് സിലിണ്ടറിക്കൽ ഷേപ്പ് അറ്റ് എ ഡെപ്ത് H ഫ്രം ദ ലിക്വിഡ് സർഫസ്. ലിക്വിഡ് സർഫസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സിമ്പിൾ ഇടുന്നത്. അല്ലെങ്കിൽ അവിടെ എഴുതിയേക്കാം. കൺസിഡർ എ സ്മോൾ ഫ്ലൂയിഡ് എലമെന്റ് ഓഫ് സിലിണ്ടറിക്കൽ ഷേപ്പ്
at a depth h from fluid or liquid surface. Okay. സോ ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഇനി നമുക്ക് ഈ ഫോഴ്സസിനെ എല്ലാം നമുക്ക് എഴുതാം. എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? പ്രഷർ ഫോഴ്സുകളുണ്ട്. പ്രഷർ ഫോഴ്സ് ഓൺ ടോപ്പ് സർഫസ്. ടോപ്പ് സർഫസിലെ പ്രഷർ ഫോഴ്സ് ആണ് പി ഇൻറ്റു ഡി എ. പ്രഷർ ഫോഴ്സ് ഓൺ ടോപ്പ് സർഫസ്. ഓക്കെ. ഇനി ബോട്ടം സർഫസിലെ പ്രഷർ ഫോഴ്സ് എന്താണ്? പി പ്ലസ് ഡോ പി ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു ഡി എ. ഇതാണ് ബോട്ടം സർഫസിലെ. ഇനി ആരാണുള്ളത്? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഉണ്ട്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ എം ജി ആണ്. എം എന്ന് പറയുന്നത് റോ ഇൻറ്റു വി ഇൻറ്റു ജി. അത് പെട്ടെന്ന് കിട്ടത്തില്ലെങ്കിൽ എം ജി തന്നെ എഴുതിക്കോ. സോ എം ജി റോ ഇൻറ്റു വി ഇൻറ്റു ജി ദാറ്റ് ഈസ് റോ ജി ഇൻറ്റു വോളിയം. ഈ സാധനത്തിന്റെ വോളിയം എന്താണ്? ഡി എ ഇൻറ്റു ഡി സെഡ്. ഓക്കെ. ഈ ഇസഡ് എഴുതിയിട്ട് ഈ നടുക്ക് ഈ ഒരു സാധനം ഇടുന്ന പറഞ്ഞാൽ അതൊരു നൊട്ടേഷനാണ്. നമ്മൾ മോസ്റ്റ് ഗ്രീക്ക് നമ്മൾ ഈ ഗാമ എന്നൊക്കെ എഴുതുന്നത് പോലെ സെഡ് എന്ന് പറയുന്ന ലെറ്റർ ആണത്. ഓക്കെ. അതാണ് ഡി സെഡ്. അത് നിങ്ങൾ സാധാ ഇസഡ് ഇട്ടാലും ഓക്കെ ആണ്. ചില ടെക്സ്റ്റ് ബുക്സിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു നൊട്ടേഷനും കാണാൻ പറ്റും. സോ നമുക്ക് എല്ലാ ഫോഴ്സും കിട്ടി. ഫോർ ഇക്വിലിബ്രിയം, ഈ ഒരു സിലിണ്ടറിക്കൽ വോളിയം ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. സോ വെർട്ടിക്കൽ ഫോഴ്സസ് മസ്റ്റ് ബി ബാലൻസ്ഡ്. വെർട്ടിക്കൽ ഫോഴ്സസ് മസ്റ്റ് ബി ബാലൻസ്ഡ്. ഫോർ ഇക്വിലിബ്രിയം വെർട്ടിക്കൽ ഫോഴ്സസ് മസ്റ്റ് ബി ബാലൻസ്ഡ്. ബാലൻസ് ചെയ്യാം. പി ഡി എ, പിന്നെ താഴോട്ട് ആരുണ്ട്? എം ജി ആക്ട് ചെയ്യുന്നുണ്ട്. എം ജി നമുക്ക് എന്തെന്ന് കിട്ടി? പി ഡി എ പ്ലസ് റോ ജി ഇൻറ്റു ഡി എ ഇൻറ്റു ഡി സെഡ്. ഇത് ആരാണ് ബാലൻസ് ചെയ്യുന്നത്? ഈസ് ഈക്വൽ ടു പി പ്ലസ് ഡോ പി ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ഡി എ. ഇതൊരു ഓക്കെ അല്ലേ? ആൻഡ് ഇത് കഴിഞ്ഞ് നമുക്കിത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എ പ്ലസ് റോ ജി ഡി എ ഡി സെഡ് ഈസ് ഈക്വൽ ടു പി ഡി എ പ്ലസ് ഡോ പി ബൈ ഡോ ഇസഡ് ഡി സെഡ് ഇൻറ്റു ഡി എന്ന് കിട്ടും. ആൻഡ് ഇവന്മാർ രണ്ടുപേരും ക്യാൻസലായി പോവും. ആൻഡ് ബാക്കി നമുക്ക് കിട്ടുന്നത് റോ ജി ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ഇസഡ്. ഓക്കെ. ആൻഡ് റോ ജി ആണ് എന്ത്? റോ ജി ആണ് നമ്മുടെ സ്പെസിഫിക് വെയിറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഡബ്ല്യു എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ഹിയർ പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഇസഡ് ഓൺലി. പി എന്ന് പറയുന്നത് പിക്ക് വേരിയേഷൻ ഇവിടെ ഉണ്ടാകുന്നത് ഇസഡിൻ്റെ വേരിയേഷന് മാത്രമാണ്. ഇവിടെ എക്സ് ഇത് നള്ളിഫൈ ചെയ്തു പോകുന്നു. എക്സിൻ്റെ വേരിയേഷന് ചേഞ്ച് ഇല്ല, വൈയുടെ വേരിയേഷനും ചേഞ്ച് ഇല്ല. ആകെ വേരിയേഷൻ എന്ന് പറയുന്നത് പി ഈസ് എ ഫങ്ഷൻ വിച്ച് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഇസഡ് ഓൺലി. അതുകൊണ്ട് തന്നെ ഡോ പി ബൈ ഡോ ഇസഡ് നമുക്ക് ഡോ പി ബൈ ഡോ ഇസഡിനെ നമുക്ക് എന്തായിട്ട് ഡി പി ബൈ ഡി ഇസഡ് എന്ന് എഴുതാം. Since P is a function of Z only, dou P by dou Z is equal to dP by dZ. Therefore, dP by dZ equal to W or rho G. ഇനി നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്ത് നോക്കാം. ഈ ഒരു ഫോമുലയിൽ തന്നെ ചെറിയൊരു ഇത് കൂടി ചെയ്യാം. ദാറ്റ് ഈസ് ഡി പി ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ഡി സെഡ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ നമുക്ക് ഈ ഒരു ഇതിനെ നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഫ്രം Z1 to Z2, ഇൻ്റഗ്രേറ്റിംഗ് ബിറ്റ്വീൻ Z1 to Z2, ഇൻ്റഗ്രേറ്റിംഗ് ബിറ്റ്വീൻ Z1 to Z2. Z1 എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ലിക്വിഡ് സർഫസ് ആണ്. Z1 എന്ന് പറയുന്നത് ഫ്രീ ലിക്വിഡ് സർഫസ് ആണ്. അവിടുത്തെ പ്രഷർ നമുക്ക് തൽക്കാലം 0 എന്ന് എടുക്കാം. അവിടെ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നൊക്കെ പറയും. ആ തൽക്കാലം നമുക്കത് 0 ആയിട്ട് എടുക്കാം. സോ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ വിൽ ബി 0. ആൻഡ് Z2 എന്ന് പറയുന്നത് എന്താണ്? ടോപ്പിലെ ഫേസിലുള്ള ടോപ്പ് ഫേസ് ഓഫ് ദി എലമെന്റിലുള്ള എലമെന്റ് ആണ് Z2.
അറ്റ് ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത്. ആൻഡ് അവിടുത്തെ പ്രഷറിനെ ഞാൻ ക്യാപിറ്റൽ പി ആയിട്ട് എടുത്തു. അപ്പോൾ ഇനി ഞാനിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഡി പി ഈസ് ഈക്വൽ ടു rho g into dz, integrating from 1 to 2. Therefore, P2 minus P1 is equal to rho g into Z2 minus Z1. ആൻഡ് ഈ P1 എന്ന് പറയുന്നത് ഇവിടെ സർഫസിലുള്ള പ്രഷറാണ്, അത് നമ്മൾ 0 ആയിട്ട് എടുത്തു. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് P2 അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു rho g h എന്ന് കിട്ടും. അതായത് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് എ ഡെപ്ത് എച്ച് ഫ്രം ലിക്വിഡ് സർഫസ്. ഒരു ലിക്വിഡ് സർഫസിൽ നിന്ന് എച്ച് ഡെപ്തിലുള്ളപ്പോൾ അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാൻ ജസ്റ്റ് സ്പെസിഫിക് വെയിറ്റ് കൊണ്ട് ആ ഹൈറ്റിനെ ഇൻഡ്യൂ ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഒരു അറ്റ് എ ഹൈറ്റ് എച്ച് ഉണ്ടെങ്കിൽ അത് ആ ഒരു അവിടുത്തെ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കാൻ ആ സ്പെസിഫിക് വെയിറ്റ്, ആ ഒരു ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് വെയിറ്റിനോടൊപ്പം ആ ഡെപ്ത് എച്ച് ചെയ്താൽ മതി. അപ്പം ഇതിൽ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം? ആസ് ഡെപ്ത് ഇൻക്രീസസ്, ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യും? കീപ്സ് ഇൻക്രീസിങ് ലീനിയർലി. ഈ ഇസഡ് ഡയറക്ഷനിൽ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഇഫ് അതിനൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഈ ഡബ്ല്യു എന്ന് പറയുന്ന സംഭവം കോൺസ്റ്റന്റ് ആയിരിക്കണം. ഡബ്ല്യു ഇസ് എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ലിക്വിഡ് ഡെൻസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് ആയിരിക്കണമെങ്കിൽ ഈ ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതിൻ്റെ വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പി ഇവിടെ ഞാനിപ്പം പി സെഡായിട്ട് എടുത്തു കഴിഞ്ഞല്ലോ, ഈ ഒരു അറ്റ് ഡെപ്ത് എച്ച്, ഈ ഉള്ള എല്ലാ പോയിന്റിലും അറ്റ് ഡെപ്ത് എച്ച് ഇവിടെ ഓൾ ദ ലൊക്കേഷൻ വിച്ച് ആർ അറ്റ് ദ സെയിം ഡെപ്ത് ബിലോ ദ ഫ്രീ സർഫസ് ആർ സബ്ജക്റ്റഡ് ടു ദ സെയിം പ്രഷർ ഇൻറ്റൻസിറ്റി. കണ്ടില്ലേ, ഇങ്ങനെ പ്രഷർ ഇൻറ്റൻസിറ്റി സെയിം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഇത് വലിയൊരു പ്രൂഫാണ്. സത്യം പറഞ്ഞാൽ സിംപ്ലി കൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് ഇത് സിംപ്ലി ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു, ഇതൊരു ഒരു mg വെയിറ്റ് ഉണ്ട്, ഇവിടുത്തതിനെ നമ്മൾ P1 ആണ്, ആൻഡ് ഇവിടുത്തത് നമുക്ക് P2 ആയിട്ട് കൊടുക്കാം. ആൻഡ് ഈ പെർപെൻഡിക്കുലർ ടു ദി പേപ്പർ ഒരു 1 യൂണിറ്റ് 1 നമുക്ക് ഡയമെൻഷനിൽ ഹൈറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. സോ താഴോട്ട് പോകുമ്പോൾ P1 ഇൻറ്റു ഇവിടുത്തത് ഇത് dx dy. ഓക്കെ, സോ dx ഇൻറ്റു 1 പ്ലസ് mg ഈസ് ഈക്വൽ ടു P2 ഇൻറ്റു dx ഇൻറ്റു 1. ഇത് ചെയ്യുമ്പോൾ P1 dx പ്ലസ് റോ, ഇത് ഡി എസ് ഇടല്ലേ, ഇത് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് റോ വോളിയം ഇൻറ്റു ജി. വോളിയം എന്ന് പറയുന്നത് ഡി എക്സ് ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു 1 ആയിട്ട് എടുത്തു ജി, ദാറ്റ് ഈസ് ഈക്വൽ ടു P2 dx. എല്ലാം കൂടി ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, P2 മൈനസ് P1 ബൈ ഡി സെഡ് അല്ലെങ്കിൽ ഡെൽറ്റ സെഡ് ഈക്വൽ ടു റോ ജി. ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നത്. ഇത് ഇത്രേ ഉള്ളൂ കൺസെപ്റ്റ്. ഇതിനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടിയുണ്ട്, അതായത് ഇത് പ്രഷർ ഇൻറ്റൻസിറ്റി ആണ്, പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ. ഇത് ഈക്വൽ ടു റോ ജി എച്ച് എന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷറിനെ നിങ്ങൾക്ക് ഹെഡായിട്ട് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഈ എച്ച് എന്നെടുത്തേ, ഈ എച്ച് ഈസ് ഈക്വൽ ടു പി ബൈ റോ ജി, അതായത് പി ബൈ സ്പെസിഫിക് വെയിറ്റ്. അതായത് നിങ്ങൾക്കൊരു പ്രഷർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രഷറിനെ ഒരു ലിക്വിഡ് വോളിയം, നിങ്ങൾക്കൊരു ഫ്ലൂയിഡ് അറിയാം, അതിൻ്റെ സ്പെസിഫിക് വെയിറ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ തന്നിരിക്കുന്ന പ്രഷറിനെ ഇൻ മീറ്റേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഇൻ കോളംസ് ഓഫ് ദാറ്റ് സ്പെസിഫിക് ലിക്വിഡ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതായത് ഇതിനെയാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. പ്രഷർ ഹെഡും പ്രഷറും എല്ലാം എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? പ്രഷറിനെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് വ്യത്യാസം? യൂണിറ്റിലുള്ള വ്യത്യാസമാണ്. ഒന്ന് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ എച്ച് മീറ്റേഴ്സ് ഓഫ്, ഇത് മീറ്റേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? നിങ്ങൾ തന്നിരിക്കുന്ന പ്രഷറിനെ ഇപ്പോൾ തന്നിരിക്കുന്ന സ്പെസിഫിക് വെയിറ്റ് കൊണ്ട്, ഒരു ഒരെണ്ണത്തിൻ്റെ സ്പെസിഫിക് വെയിറ്റ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നമുക്കത് പ്രഷർ ഹെഡായിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം ഇൻ മീറ്റേഴ്സ് ഓഫ് ദാറ്റ് സ്പെസിഫിക് ലിക്വിഡ്.